സാറേ, ഇന്ത്യ ലോകത്തിലെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു എന്നാണ് പറയുന്നത് മറ്റാരുമല്ല, എം.എ. യൂസഫ് അലിയാണ്. ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരിൽ ഒരാളാണ് എം.എ. യൂസഫ് അലി. അദ്ദേഹം പറയുന്നത് 2030 ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയാവാനുള്ള തരത്തിലുള്ള ബഡ്ജറ്റാണ് ഇപ്പം കേന്ദ്രം അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഈ കേന്ദ്രത്തിനെ പറ്റി അല്ലെങ്കിൽ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ ഇവിടെ വാദോരാതെ സംസാരിക്കുകയും ഈ ബഡ്ജറ്റിൻ്റെ നല്ല വശങ്ങളൊന്നും പറയാതിരിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു അടി കൂടെയാണ് എം.എ. യൂസഫ് അലിയെ പോലുള്ള ഒരാളുടെ വാക്ക്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം 2030 നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. ആ വിധത്തിലാണ് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ബജറ്റിനെ പ്രധാനമായും ചർച്ച ചെയ്ത അവസരത്തിൽ ഇവിടെ നമ്മൾ കണ്ട ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൽ കണ്ട ഒരു ട്രെൻഡ്, കേരളത്തിൽ കണ്ട ട്രെൻഡിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിന് കിട്ടിയില്ല എന്നുള്ള ഇതാണ്. ശരി, അലൊക്കേഷനിലെ പറ്റി നമ്മൾ കൃത്യമായിട്ട് കടക്കുന്നില്ല. കാരണം അതിനകത്ത് പല ഘടകങ്ങളും പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇവിടെ പറഞ്ഞ വാക്കുകൾ പോലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. കാരണം ഈ ധനകാര്യ കമ്മീഷനാണ് നിശ്ചയിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. അതിനകത്ത് നമ്മുടെ ഏത് മേഖലയിലാണ് ഈ കുറവെന്നുള്ളത് ചൂണ്ടിക്കാണിക്കണം ഒരു മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞപ്പോൾ അതിനെതിരായുള്ള വിമർശനങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അത് നമ്മുടെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടല്ല. പക്ഷേ യൂസഫ് അലി വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമാണ് നടത്തിയിരിക്കുന്നത്. അത് ഇവിടേക്ക് അതിന് ചെന്ന് കൊള്ളുന്നതെന്ന് നമുക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിട്ട് ഞാൻ കാണുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടത്, ഈ കയറ്റുമതി പ്രോത്സാഹന മിഷൻ, അതിൻ്റെ പ്രഖ്യാപനമുണ്ട്. കയറ്റുമതി പ്രോത്സാഹന മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ പറ്റി അത് നമ്മൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല. ഈ പറയുന്നവരൊക്കെ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഉടൻ ഈ താരിഫിൻ്റെ കാര്യത്തിൽ ഒരു കർക്കശമായ സമീപനം അദ്ദേഹം എടുത്തു. പല രാജ്യങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി. മെക്സിക്കോ ആയാലും കാനഡ ആയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല രാജ്യങ്ങളും വളരെ ബുദ്ധിമുട്ടത്തക്ക വിധത്തിലുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴും ആ മേഖലയിൽ നമ്മൾ ആയിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ ഭാഗം കൂടിയാകാം. അങ്ങനെ അതിനകത്ത് ആ താരിഫ് വർധനമെന്ന് പറയുന്നത് തൽക്കാലം നമുക്ക് ഏതായാലും ബാധകമായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഈ കൂട്ടത്തിൽ. എന്തായാലും ഈ കയറ്റുമതി പ്രോത്സാഹന മിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളൊരു ആവശ്യമാണ്. നേരത്തെ ഉന്നയിക്കപ്പെടുകയും അല്ലെങ്കിൽ അത് കോൾഡ് സ്റ്റോറേജിലായി പോവുകയും ചെയ്ത ഒരു നിർദ്ദേശമാണ് ഈ കയറ്റുമതി പ്രോത്സാഹന മിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംരംഭം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത്. അത് വളരെ കൃത്യമായിട്ട് നടപ്പാക്കാൻ ഇവിടെ ഈ ബജറ്റിൽ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ബജറ്റ് ഒരു ഓവറാൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള നിലയിലാണ് ഈ ബജറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് എനിക്ക് കാണേണ്ടത്. അല്ലാതെ നമ്മളിപ്പോൾ അലൊക്കേഷൻ, ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള അലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിൽ മാത്രം ഒന്ന് നിന്നുകൊണ്ടുള്ള ഒരു സംവിധാനമല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ പാർത്ഥം പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു വസ്തുതയുണ്ട്. ഏറ്റവും പ്രധാന പ്രത്യേകത എല്ലാവരും പറയുന്ന പോലെ തന്നെ നമുക്കറിയാമല്ലോ, 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് ഇനി ഈ വ്യക്തിപരമായി നികുതി കൊടുക്കേണ്ടതില്ല, ആദായ നികുതി ഇല്ല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം. ആദായ നികുതിയുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആദായനികുതി പരിഷ്കരിക്കുന്നതിനെ പറ്റി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതാരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് വേണം കരുതാൻ. അതിന് മറ്റ് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിപ്പം എന്തെങ്കിലും ആട്ടെ, നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യം. പക്ഷേ നമ്മൾ ആ ഇഷ്യൂ നോക്കിയാൽ മതി. അത് പരക്കെ സ്വാഗതം ചെയ്യപ്പെടുക. അതുകൊണ്ട് ജനങ്ങളുടെ ക്രയശേഷി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാലറീഡ് ക്ലാസ് അല്ലെങ്കിൽ ആ വരുമാനത്തിനകത്ത് നിൽക്കുന്നവരുടെ ക്രയശേഷിയാണ് ഈ ചലനാത്മകമാക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പ്രധാനമായിട്ടും ചലനാത്മകമാക്കുന്നത്. അതിൽ കൂടെ ലഭിക്കുന്ന ഈ പണമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിപണിയിലേക്ക് ഒഴുകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴുകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു വലിയ ഒരു ചലനം മൊത്തത്തിലുണ്ട്, സമൂഹത്തിൽ മൊത്തത്തിലുണ്ട്. അത് എത്രത്തോളമാണെന്ന് നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഈ നികുതി ഡോണേഴ്സ് അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാരവാഹി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ 10 ലക്ഷം രൂപ വരെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. അതെ. പക്ഷെ അത് 12 ലക്ഷമാണ് തന്നത്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂന്തോട്ടം തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത് വലിയൊരു അതിൻ്റെ ഒരു ഫലം വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് പണം അവരുടെ കയ്യിലെത്തും എന്നുള്ളത് തന്നെയാണ്, അല്ലേ? അതെ. പണം അതാണ് പണം കൃത്യമായ കയ്യിലെത്തുമ്പോൾ അത് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ആ പണം ഉപയോഗിക്കപ്പെടുന്നു. സർക്കാർ ഇതൊരു രണ്ട് വിധത്തിലുള്ള കാര്യമാണ്. ഈ സാധനങ്ങളുടെയൊക്കെ വിൽപ്പനയിലൂടെ ഉണ്ടാകുന്ന GST അടങ്ങുന്ന കാര്യങ്ങൾ സർക്കാരിന് ലഭിക്കുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം, അത് കുറവെന്ന് പറയുന്നത് ഒരു സൈഡിൽ കൂടെ സർക്കാരിന് കിട്ടുന്നുണ്ട്. അതേ അവസരത്തിൽ അത് ജനത്തിന് പ്രയോജനകരമാകുന്നുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ക്രയശേഷി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് നമ്മൾ ഈ കയറ്റുമതി മിഷനെ കൂടെ കാണണം. കയറ്റുമതിക്ക് ലഭിക്കുന്ന പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള പ്രത്യേക സംവിധാനം രൂപപ്പെടുത്താൻ പോകുന്നതിനെ പറ്റി കൂടെ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചോ ഈ നമ്മുടെ രാജ്യത്തെ ഈ ചില സംരംഭങ്ങൾക്ക് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്ന വലിയ
ഒരു ദീർഘവീക്ഷണത്തോടുള്ള കാഴ്ചപ്പാട്. അതെ, അപ്പോൾ കളിപ്പാട്ട നിർമ്മാണം, അതെ, കളിപ്പാട്ട നിർമ്മാണത്തിന് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറ്റുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ ഒരു നിർമ്മാണ മേഖലയാണത്. ചെറിയ നിർമ്മാണ മേഖലയിൽ ഏറ്റവും വലിയ ഒരു സംവിധാനമാണ് ഈ കളിപ്പാട്ട നിർമ്മാണം എന്ന് പറയുന്നത്. ലോകത്തിൽ കളിപ്പാട്ടം കയറ്റി അയക്കുന്നതിൽ ഉണ്ടാകുന്നൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. നമ്മുടെ ചൈനയായിരുന്നു അതിനെ മറികടക്കാൻ വേണ്ടി ചൈനയെ മറികടക്കാൻ പോകണം. പല കാര്യങ്ങളിലും നമ്മൾ ചൈനയെ മറികടക്കാൻ വേണ്ടി പോവുകയാണ്. പല കാര്യങ്ങളിലും നമ്മൾ ഈ സംരംഭങ്ങളിലൂടെ ചൈനയെ മറികടക്കാൻ അതൊരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. നമ്മുടെ ഇപ്പം പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവൊക്കെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ ചൈനയെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കാൻ നമുക്കറിയാം. അതായത് നമ്മൾ ചൈനയെ മറികടക്കാൻ പോവുകയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനാണ് ഈ അപ്പം അത്തരം ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നിർമ്മാണത്തിൽ, സംരംഭങ്ങളിൽ, സ്വകാര്യ സംരംഭങ്ങളിൽ, ചെറുകിട സംരംഭങ്ങളിൽ, വ്യക്തിഗത സംരംഭങ്ങളിൽ, ഈ സംരംഭങ്ങളിലൊക്കെ നമ്മൾ പിന്നെ വലിയ പ്രോത്സാഹനവും എന്താ പറയുന്നത് വലിയ കുതിച്ചുചാട്ടവും ഒക്കെയാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഈ കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകാൻ പോകുന്ന ഒരു വലിയ സംവിധാനമുണ്ട്. അതിനുവേണ്ടി വലിയൊരു ശ്രദ്ധയുണ്ട് ഈ ബജറ്റിൽ നമ്മളുണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ ഗതാഗത സംവിധാനത്തിൽ വരുത്താൻ പോകുന്ന വലിയ ഇതുണ്ട്. വന്ദേ ഭാരത് ട്രെയിനുകളുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതേ അവസരത്തിൽ തന്നെ പിന്നെ നമോ ഭാരത് ട്രെയിനുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഗതാഗത മേഖലയിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ വലുതാക്കുന്ന ഒരു സംവിധാനം കാണുന്നു. അവിടെ സാറ് പറഞ്ഞതുപോലെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. അതായത് കേരളത്തിനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നിടത്ത് ഈ റെയിൽവേയിൽ 3200 കോടിയാണ് ഈ പ്രാവശ്യം കേരളത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ഈ ചരിത്രത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. കേരളത്തിലെ മന്ത്രിമാരെല്ലാം കോൺഗ്രസിൻ്റെ പ്രമുഖന്മാരായ കേന്ദ്രമന്ത്രിമാരിക്കുന്ന സമയത്ത് പോലും കിട്ടിയിട്ടില്ല ഇത്തരത്തിൽ വലിയ തുക. അല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാരായിട്ട് 3 പേര് ഇരുന്ന അവസ്ഥ കേരളത്തിലുണ്ട്. എ കെ ആറിനെയും വയലാറിയും ഒക്കെ ഒരുമിച്ച് ക്യാബിനറ്റിൽ ഇരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ റെയിൽവേയുടെ കാര്യത്തിൽ എന്നും കേരളം അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് കുറച്ചു കാലം വളരെ മുമ്പ് ഈ പനമ്പള്ളി ഗോവിന്ദമേനോൻ കുറച്ചു കാലം റെയിൽവേയുടെ ചുമതല വഹിച്ചു. കുറച്ച് കാലമുണ്ട്. അതിനുശേഷം പിന്നെ രാജഗോപാലൻ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന അവസരം ഈ 2 സന്ദർഭങ്ങളിലല്ലാതെ ഈ മോഡി ഭരണകൂടത്തിന് മുമ്പ് കേരളത്തിലെ റെയിൽവേക്ക് യാതൊരു വിധമായ അർഹമായ വിഹിതം ലഭിച്ചിട്ടില്ല. ഇപ്പം റെയിൽവേ ബജറ്റ് പ്രത്യേകമല്ല, പൊതു ബജറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഈ തുക എന്ന് പറയുന്നത് പലപ്പോഴും അനുവദിക്കുന്ന തുക തന്നെ ഒട്ടും ഉപയോഗിക്കപ്പെടാതെ പോകുന്നൊരവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഈ ഗണ്യമായ തുക ഈ റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ നമ്മുടെ യാത്രകളിൽ സത്യത്തിൽ അത് കാണാനുണ്ട്. ഈ സ്ഥിരമായി സഞ്ചരിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പലപ്പോഴും അതിലുണ്ടായിരിക്കുന്ന നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ 3200 കോടി രൂപ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ അതുപോലെ നമുക്കിവിടെ ഇപ്പോൾ സ്ഥലമെടുപ്പിലുണ്ടാകുന്ന ഇഴയുന്ന ചില കാഴ്ചകൾ കൊണ്ട് മാത്രമാണ് നമ്മളെ റെയിൽവേ വികസനം എന്ന് പറയുന്നത്. ഇവിടെ കെ-റെയിൽ പദ്ധതി ആണ് മുഖ്യമന്ത്രി മുമ്പോട്ട് വയ്ക്കുന്ന പദ്ധതി. ഇവിടെ കെ-റെയിൽ പദ്ധതി എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടക്കാത്തൊരു കാര്യമാണ്. അത്തരം ഒരു പദ്ധതിയെപ്പറ്റി അത് നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇവിടെ എന്നുള്ളത്. ഇപ്പം അഡീഷണലായിട്ട് ഒരു പാതയുടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തേണ്ടത്. നമ്മുടെ റെയിൽ പാതയോട് ചേർന്നുകൊണ്ട് ഡബിൾ ലൈൻ എന്ന് പറയുന്നതിനോടൊപ്പം ഒരു ലൈൻ കൂടി ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് കുറയുകയും അല്ലെങ്കിൽ വലിയ ഇതിൻ്റെ മൂലധന ചെലവ് കുറയുകയും അതേ അവസരത്തിൽ ഗതാഗതം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകൾ അടക്കമുള്ള വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് യൂസഫ് അലി ഈ അഭിപ്രായം പറഞ്ഞതോടുകൂടി ഇനിയിപ്പോൾ ഇവിടെ ചിലർ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും ഉണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ എന്ത് പറയും എന്നുള്ളതാണ്. കാരണം യൂസഫ് അലിയുടെ അഭിപ്രായം ഇങ്ങനെയാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ടാകുമല്ലോ. എന്തായാലും അവരൊക്കെ ഇപ്പോൾ അവരവരുടെ കരഞ്ഞു തീർക്കട്ടെ. അതെ, സുഡാപ്പികൾക്ക് കരച്ചിൽ തീരാത്ത സമയമാണ്. അതായത് പല വിധത്തിലാണ്. അതെ, ഇപ്പോൾ ഈ ഹമാസിൻ്റെ ഒക്കെ പ്രശ്നത്തോടുകൂടി ഇനി ഹമാസ് അവിടെയൊക്കെ ആൾക്കാർ ഇവിടെ വന്നേ അവർക്ക് രക്ഷയുള്ളത്. അവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ലോകത്ത് നടക്കുന്നുണ്ട്. ഒപ്പമാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ കരയുക, അത് തന്നെ കൂട്ടക്കരച്ചിൽ അത്രയേ ഉള്ളൂ.